ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സൗത്ത് ഇന്ത്യയിലെ എല്ലാ താരങ്ങളും വരുന്ന ഒരു റിയാലിറ്റി ഷോ ആയി മാറാൻ. അതെ, കുഴപ്പമില്ല, കണ്ടു കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഡയലോഗ് അടിച്ചു എന്നേ ഉള്ളൂ. അതായത് സാധാരണ അവാർഡ് ഷോസിൽ മാത്രമാണ് നമ്മൾ ഈ ഭയങ്കര വലിയ സ്റ്റാർസിനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന താരങ്ങളെയൊക്കെ കാണാറുള്ളത്. എന്നാൽ ആദ്യമായിട്ട് അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ ഓരോരുത്തരായിട്ട് വരാൻ പോവുകയാണ്. പക്ഷേ ഇതും ചേച്ചി ഞങ്ങളുടെ അഭിമാന പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ ടീമായിട്ട് തന്നെ കട്ടയ്ക്ക് നിന്നാണ് ഓരോ സെലിബ്രിറ്റീസിനെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചിക്കും സർപ്രൈസ് ആവാൻ പോവാണ്. ചേച്ചിക്ക് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്കും എന്നൊരു സർപ്രൈസ് ആണ്. അഖിൽ, ആദ്യം നമുക്ക് തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ വിളിക്കാം. ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചീഫ് ഗസ്റ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൂക്കി ആരാ? നമ്മുടെ CM മിനിസ്റ്റർ VD സതീശൻ സാർ. വെൽക്കം സാർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഹലോ തമ്പി, കീഴിറങ്ങ്. എവിടെ തമ്പി? കീഴിറങ്ങ്. ഞാൻ കീഴിറങ്ങിയ മോളിൽ കയറാൻ ഞാൻ തീരുമാനിച്ചത്. കേരള മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നാൽ ഞങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ കൊണ്ടുവരും. സ്റ്റാലിൻ അല്ലടോ, ഇളയ ദളപതിയായി പിന്നീട് ദളപതിയായി ഇപ്പോൾ തമിഴ്നാട് CM ആയി വാഴുന്ന C. ജോസഫ് വിജയ്. നെഞ്ചിൽ കുടിയിരിക്കും. വണക്കം. എന്റെ ഒരു ഭാഗ്യം ആലോചിക്കണേ, 2 CM തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും മുഖ്യമന്ത്രിമാർ എന്നോടൊപ്പം ഈ സ്റ്റേജിലുണ്ട്. ബട്ട് അഖിൽ, അപ്പൊ എനിക്ക് തോന്നുന്നു നീയാണ് മുല്ലപ്പെരിയാർ. കുഴപ്പമില്ല, ഇതൊരു കോമഡി ഷോ അങ്ങനെ പറയാം. എങ്കിൽ അടുത്ത ഗസ്റ്റിനെ വിളിക്കാം അഖിൽ. പറമോളെ അതെന്താന്നറിയോ, 2 CM-നെ ഇറക്കി. പിന്നെ ഇവരുടെ സ്വഭാവം ഭയങ്കര വഷളായതുകൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ എതിർത്ത് നിൽക്കാൻ നമ്മൾ പൂക്കിനെ ഇറക്കിയല്ലോ. അടുത്തത് നമ്മൾ ഇറക്കാൻ പോകുന്നത് ഡ്യൂഡ്. ഡ്യൂഡ് നമ്മളെ നോക്കിയില്ലോ, നമ്മളാണ് വിളിച്ചത്. നമ്മളത് പിണക്കുന്നു. എന്താണ് ഡ്യൂഡേ? അല്ല, നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്, പക്ഷെ അവർക്കുള്ള ആ ഒരു ചെറ നോട്ടം. ഇരട്ടക്കോടിൽ തോക്ക് വെച്ച് അണ്ണാക്കിൽ വെടിവെക്കും. നാളെ പറ, നിങ്ങൾ ഇപ്പോഴത്തെ ഡൂഡിനെ ഇറക്കിയേ, നമ്മൾ 80s ഡൂഡിനെ ഇറക്കാൻ പോകുന്നത്. 80s ഡ്യൂഡുണ്ടോ? ആദ്യത്തെ ഡൂഡ് 80s-നെ ഹരം കൊള്ളിച്ച സ്റ്റൈലിഷ് ഹീറോ ബീന ആന്റണി. ബാബു ആന്റണി. അയ്യോ, ഇത് അവിടെ പോയി. ഒരു മിനിറ്റ്, ഇത് എന്തായാലും ഇത് ഞങ്ങൾ എന്റെ ഡ്യൂഡ് ഒരിടത്ത് ചിരിച്ചിട്ടില്ല. ഡ്യൂഡിനെ ചിരിപ്പിച്ച ഇത് എന്തായാലും ടെലികാസ്റ്റ് ചെയ്യണേ. ടെലികാസ്റ്റ് ചെയ്യണേ. പാവേണ്ടോ ചൊന്നട പറ മുത്തേ. 80s-നെ ഹരം കൊള്ളിച്ച രോമാഞ്ചകഞ്ചുമായ സ്റ്റൈലിഷ് ഹീറോ ബാബു ആന്റണി. എന്താ അറിയാ ചേച്ചി, ഇവര് വന്നവരൊക്കെ കുറച്ചു സീരിയസ് ആയിട്ട് നിൽക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്നൊരു ചിരി പറത്താൻ വേണ്ടിയിട്ട് 90 കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ചേച്ചിയായിട്ട് വളരെ അടുത്ത സുഹൃത്തു കൂടെയാണ്. വിളിക്കാം, മണിയമ്പിള്ള രാജു. അപ്പൊ നിങ്ങൾ മണിയമ്പിള്ള രാജേട്ടനെ കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾ കോഴിക്കോട് നിന്ന് മാമുക്കോയ്ക്ക. അങ്കിൾ എന്തൊക്കെയാ, സുഖം തന്നെയല്ലേ അങ്കിൾ? അടുത്തതാണ് ഇവിടെ ഇറങ്ങുമ്പോ ഞെട്ടും, സ്റ്റേജ് വിറയ്ക്കും, നിങ്ങൾ എണീറ്റ് നിൽക്കും, എല്ലാരും ഇവിടെ എണീറ്റ് നിൽക്കും, സല്യൂട്ട് അടിക്കും. സ്റ്റാർ ഓഫ് ദ ഡേ, മോളിവുഡിന്റെ സ്വന്തം മമ്മൂക്ക.
എലീനയൊക്കെ മാറിയെന്നോ അത് കളങ്കാവല്ല മമ്മൂക്കയാണ്. ഓക്കെ. മമ്മൂക്ക അവര് കണ്ട് എണീക്കല്ല മമ്മൂക്ക. അയ്യോ മമ്മൂക്ക റെസ്പെക്ട് ഉണ്ട് നോക്കുക മമ്മൂക്ക. അത് അവരൊന്നുമല്ല, അവർ കൊണ്ടുവന്നോണ്ടാണ് ഞാൻ വിളിക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ നമുക്ക് റെസ്പെക്ട് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ മമ്മൂക്കയുടെ കൂടെ നിർത്താൻ പറ്റിയ ഒരേ ഒരാളെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ളൂ. അത് മറ്റാരുമല്ല, നമ്മുടെ ലാലേട്ടൻ. ലാലേട്ടാ വിളിക്കാ. ലാലേട്ടാ അവിടെ പോയി. ഹലോ ഹലോ ഇച്ചാക്കൊരു ചക്കര? അവിടെ ബിരിയാണി. ചക്ക അവിടെ പോയി ഇരിക്കും. എഡിറ്റർമാർക്ക് പണി ഉണ്ടാക്കാം. അവിടെ ഇരി. മര്യാദയ്ക്ക്. ആരംഭത്തിൽ അപമാനം. ഇനി വേറെ ആരെങ്കിലും നല്ലതുണ്ടെങ്കിൽ വിളി. മമ്മൂക്കയെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ആ. മമ്മൂക്കയുടെ വില്ലനെ ഞങ്ങൾ കൊണ്ടുവരും. അത്രേ ഉള്ളൂ. The one and only ത്യാഗരാജൻ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ആള് ഇന്ത്യൻ സിനിമയുടെ സ്റ്റൈലിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ. സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. രജനി സാർ, വേണമെങ്കിൽ ആ വിനായകൻ ഒരിക്കൽ കൂടെ കൊന്നോ. അയ്യോ പാവന്റെ വിനായകൻ ഒരു സൈഡ് പിടിച്ച് നിക്ക കേട്ടോ. ഒന്നും പറയരുത് അതിനോട്. ഇറക്കി വിടുന്നത് നമ്മളെ അടുത്ത ആയുധം. അതെ, അടുത്ത ഞങ്ങൾ അടുത്ത ആളെ വിടാണ്. തമിഴ്നാട്ടിൽ നിന്നും തീരാത്ത താരപ്രവാഹം അതാ വരുന്നു. തമിഴ്നാടിന്റെ മക്കൾ സെൽവൻ വിജയ് സേതുപതി. എനിക്ക് ചെറുതായിട്ട് അങ്ങോട്ടേക്ക് ചായ്വ് വരുന്നുണ്ട് ആക്കി. വന്നു പോവൂടാ, വന്നു പോവും. ഇല്ല, ഇവിടെ കിടിലം സ്ട്രോങ് ആണ് ആക്കി. ഇറക്കടാ. നിങ്ങൾ നേരത്തെ ലാലേട്ടനെ വിളിച്ചിട്ട് വന്നില്ലല്ലേ? അന്നല്ല ഇവിടെ ഇരിക്കില്ല. ഇതല്ല. നീ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കണം. സീരിയസ് ആയിട്ട് പറ, തമാശ അല്ല. ഇത് ഏത് ആംഗിൾ നോക്കിയാലും എനിക്ക് ലാലേട്ടനായിട്ട് തോന്നില്ല. ഞങ്ങൾ ലാലേട്ടനെ വിളിച്ചു. ലാലേട്ടൻ ദൃശ്യം 4 തുടങ്ങുന്നതിന്റെ എന്തോ ഒരു ഡിസ്കഷൻ. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ ശ്രീവിദ്യയെ പേടിക്കണ്ട, ഞാൻ അപ്പുവിനെ വിടാന്ന്. അങ്ങനെ ഇന്ന് മലയാളക്കരയുടെ അപ്പു നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം പ്രണവ് മോഹൻലാൽ. അപ്പു സുഖല്ലേ? അടിയാളാ കണ്ടിട്ട്. ഓ, അപ്പുനെ നമ്മൾ ഒരേ കഷ്ടപ്പെട്ടല്ലേ. ട്രെക്കിങ്ങിലായിരുന്നു, അതിന്റെ ഇടയ്ക്ക് എന്തോ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചു, അപ്പ തന്നെ വന്നു. മോനെ നീ കാശ്മീരിൽ പോണെന്ന് പറഞ്ഞ് കോമഡി മാസ്റ്റേഴ്സ് അച്ഛനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് നിറഞ്ഞ നന്നായിരിക്കും. അടുത്ത ആളെ വിളിയുടെ. അടുത്ത് വിളിക്കാല്ലേ? അപ്പൊ ലാലേട്ടന്റെ സ്വന്തം അപ്പുവിനെ വിളിച്ചെങ്കിൽ തൃശ്ശൂരിന്റെ മാളയുടെ സ്വന്തം മാള അരവിന്ദൻ ചേട്ടനെ ഞങ്ങൾ വിളിക്കുകയാണ്. വരട്ടെ. പാവം എലീനെ കണ്ടപ്പോ മാളച്ചേട്ടന്റെ എക്സ്പ്രഷൻ നോക്ക്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാർസ് എല്ലാം എത്തിയിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഡോസ് മാത്രം. ഇനി ബാക്കി കാഴ്ചകൾ കാണാൻ പോവുകയാണ്.